ഈ കയ്യിപ്പം അങ്ങനെ ഉയർത്തിയല്ലോ, അതിലെ നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ കുറുക്കോളി മൈറ്റി, ആ വെള്ള ഷർട്ട് നമ്മുടെ ബനാത്ത് പോലെ സാഹിബ് പ്രസംഗിക്കാൻ വരുന്ന കാലം മുതൽ ഉച്ചയ്ക്ക് ശേഷം പൊന്നാനിയിലെത്തും. ഓർമ്മണ്ട? ഈ ഷർട്ട് ഇട്ടിട്ട്. ഈ ഷർട്ടിന് പ്രത്യേകത ഉണ്ട്. ആ ഷർട്ടിൽ ഇന്ന് വരെയും ഒരു ചളിയും വീണിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് തന്നെയാണ് വയ്യെങ്കിലും ഞാൻ മെല്ലെ ഇവിടെ എത്തിയത്. ഇത് പറയാൻ മാത്രം. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, പറയണം പാണേക്കാട്ടെ, എങ്ങനെയായാലും ഞാൻ ഇവിടെ എത്തും. എനിക്ക് ആ കുടുംബത്തോട് ഭയങ്കരമായ ബന്ധമാണ്, ഭയങ്കരമായ സ്നേഹമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ ഹരിദാസന് ഈ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം? ആയിരിക്കും നിങ്ങൾക്ക്. ഞാൻ ഇപ്പം കിടക്കുന്നില്ല, കിടന്നാൽ രാത്രിയാവും. നിങ്ങൾക്ക് പോകേണ്ടതാണ്. ഈ കാണുന്ന പച്ച വെൽറ്റുണ്ടല്ലോ, ഈ പച്ച വെൽറ്റ് എനിക്ക് എവിടുന്ന് തരണന്നറിയാവോ? പാണേക്കാട്ടിൽ നിന്ന് തരണതാ. തങ്ങൾ എന്തൊരു സ്നേഹമാണ്. കാരണം ആ സ്നേഹം ഞാൻ ഉണ്ടാക്കിയതല്ല, അച്ഛനില്ലാതെ വളർത്തിയ എൻ്റെ അമ്മ. ആ അമ്മ എൻ്റെ നാട്ടിലെ പോത്തനൂർ എന്ന ഗ്രാമത്തിൽ നെരിപ്പറമ്പിൽ നിന്നും 2.4 കിലോമീറ്ററുള്ള ദൂരത്ത് എൻ്റെ അമ്മ ആദ്യമായൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കുകയാണ് തങ്ങൾ പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ പാപ്പ. അപ്പം അന്നും മുതൽക്കുള്ള ബന്ധം അതിക്കിപ്പം ഞാൻ കിടക്കാൻ വിചാരിക്കുന്നില്ല. അവർക്ക് കളവൊന്നും പറയാനറിയില്ല. അപ്പോൾ അദ്ദേഹമാണ് പാണക്കാട് ശിഹാബ് തങ്ങളാണ് ചെറുപ്പക്കാരനായ ഒരാളെ കൊണ്ടുവന്ന് തവനൂർ മറവഞ്ചേരി അങ്ങാടിയിൽ ഞാൻ നിൽക്കുമ്പോൾ, അരിയെ ഇതാന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ജയിപ്പിച്ച് പറഞ്ഞയക്കണം. ജയിച്ചു. അപ്പം ഞാൻ വെച്ച ഡിമാൻഡ് എന്താറാവോ? ഇപ്പോൾ ഒരാളുണ്ടല്ലോ, എന്താ വർഗീയതയുടെ ഏറ്റവും അധികം തീതുപ്പുന്ന എന്താ പേര്, വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ മലപ്പുറം ജില്ലയിൽ ഇത്രയധികം മുസ്ലിമുകൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ നന്നാവുന്നു, എങ്ങനെ വളരുന്നു? ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാവശ്യം ഉന്നയിക്കും ജയിച്ചു കഴിഞ്ഞാൽ. ചെവിട്ടി പറഞ്ഞു ഞാൻ. അത് തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് തീരുമാനിക്കുന്നത്. എന്താ ചെവിട്ടി പറഞ്ഞു പറയാവോ? വിദ്യാഭ്യാസ മന്ത്രിയാക്കണം. അങ്ങനെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഓർമ്മണ്ട? ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ പൊന്നാനിയിൽ തങ്ങളും വിദ്യാഭ്യാസ മന്ത്രി ഒന്നിച്ചു വന്നു. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. ഞാൻ തങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് ഭൂസ്വത്തുള്ള, കോടിക്കണക്കിന് സ്വത്തുള്ള മൗനത്തിൻ സഭയുടെ കീഴിൽ ആദ്യമായി നമുക്ക് പൊന്നാനിയിൽ ഒരു ട്രെയിനിങ് BEd കോളേജ് തുടങ്ങണം. അപ്പം തന്നെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ബഷീറെ അത് ഓർഡറാക്കിക്കോ, ഇപ്പം അവിടെ കോളേജുണ്ട്. അതാണ് ആ കുടുംബമായുള്ള. അങ്ങനെയാണ് ഈ സമുദായം പഠിച്ച് നന്നായത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പടച്ചോൻ നമ്മുടെ ഭാഗത്താണ്. കാരണം പടച്ചോനും ഗതിമുട്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് എൻ്റെ അയ്യപ്പൻ. അത് പറഞ്ഞ് നിർത്താൻ ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് MLA ഒരു അവാർഡ് തന്നു. കുറ്റൂര് വെച്ച് മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്നു. ഇവിടെ അല്ലേ ചെയർമാൻ? ആ ഉണ്ടായിരുന്നു. മതേതരത്വത്തിന്റെ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നിൽക്കും, പിടിക്കണം സീറ്റ്. എനിക്കിഷ്ടമാണ്. കക്കാതെ കളവുറയാതെ, സമൂഹത്തിന് ദ്രോഹം ചെയ്യാതെ, സാധാരണ കുടുംബത്തിൽ പറച്ചു വീണ, 5 നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, അല്ലാണ്ട് ഈ കാട്ടുകള്ളന്മാരെ ഞാൻ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ജയിപ്പിക്കണം ഭൂരിപക്ഷത്തോടുകൂടി. അബ്ദുറഹ്മാനൊന്നും ഇവിടെ ജയിക്കില്ല. വെട്ടത്ത് അബ്ദുറഹ്മാൻ വന്നില്ല. ചോദിച്ചു ഞാൻ ആ യോഗത്തില്, എന്താ അബ്ദുറഹ്മാനെ കാണാത്ത? എനിക്ക് അവാർഡ് യോഗത്തിൽ അബ്ദുറഹ്മാൻ വന്നില്ല. കാരണം ഒരു താല്പര്യവുമില്ല. ഇപ്പോ അബ്ദുറഹ്മാനെ സ്നേഹിക്കുന്നവരുണ്ടാവല്ലോ, പറഞ്ഞോളൂ. പൊന്നാനിത്തെ ഹരിദാസേട്ടൻ വന്ന് പറഞ്ഞു എന്ന്. നല്ലൊരു പോയിന്റാണ് എന്റെ പപ്പൻ ഇവിടെ പറഞ്ഞത്. ആ ഗ്രൗണ്ട് അതന്നെ പറയണം എല്ലാ സ്ഥലത്തും. സ്റ്റേഡിയം, ആ സ്റ്റേഡിയം തന്നെ പറയണം. ആ സ്റ്റേഡിയത്തിന്റെ അധിപനാ എന്താ ചെയ്യാഞ്ഞ്? റെയിൽവേയുടെ കൺട്രോൾ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. എന്തേ ഇവിടെ ട്രെയിൻ നിർത്താഞ്ഞത്? ട്രെയിൻ നിർത്തിയതാരാ? ET
ഇപ്പോഴത്തെ നമ്മുടെ MP നോട്ടാനി ഇന്നലെ പൊന്നാനി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു നിർത്തിയതിന്റെ കാര്യങ്ങളെ കുറിച്ച്. ഇയാളാണോ നിർത്തിയത്? എല്ലാ അധികാരവും ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് സംസാരിക്കാൻ ഉണ്ടായുള്ള കാര്യത്തെ കുറിച്ച്. അതുകൊണ്ട് നേരത്തെ തന്നെ ജയിപ്പിക്കണം. ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. ഇത് പറയാൻ വേണ്ടിയാ. നല്ലൊരാളെയാണ് നിർത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യവും ഒരു സാധാരണ കുടുംബം. ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ വേഗൻ ട്രാജഡിയെ പറ്റിയിട്ട്. അദ്ദേഹം പോയി. എനിക്ക് ഒന്നും കൂടി പറയാണ്, നമ്മുടെ ഗവൺമെന്റ് വന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടല്ലോ, അദ്ദേഹം മന്ത്രിയാവും. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പൊന്നാനിയിൽ വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മർ ഖാദി 1921 ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനം പറയുന്നതിന് മുമ്പ് ഇശകാത്രനായ ഒരു മെതിയടിയിട്ട് കാഞ്ഞൂർ പാടത്തു കൂടെ നടന്നു പോകുമ്പോൾ വീരാനെ അബൂബക്കറെ ഖാദരെ നാളെ മുതൽ നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞ ആ ധീരദേശാഭിമാനിയെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരണം. ഈ വർഗീയവാദികൾ മനസ്സിലായോ? കൊണ്ടുവരണം. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ, ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, നമ്മൾ ഒന്നാണെന്ന ബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഈ കൂടുതൽ ഞാൻ പറയാൻ തുടങ്ങി എങ്ങനെ തുടങ്ങും? അതുകൊണ്ട് ഞാൻ നിർത്താണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുർക്കോൾ മൊയ്തീനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.